15-ാം വയസ്സിൽ ആദ്യമായി ഒരു മ്യൂസിക്കൽ ആൽബത്തിന് സംഗീത സംവിധാനം ചെയ്തല്ലേ? അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മുസ്തഫ. അതെ. എന്താണ് അതിൻ്റെ ഓർമ്മകൾ? അച്ഛനും അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നത്. ഞാനിങ്ങനെ ആഗ്രഹം പറയുമ്പം ബാക്കി എല്ലാ പാരൻസും ആ സമയത്ത് പഠിപ്പിൽ ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ കൂടെ നിന്ന് ചെയ്തോളാൻ പറഞ്ഞത് അച്ഛനും അമ്മയാണ്. അതോടൊപ്പം തന്നെ പക്ഷെ അവർ രണ്ടുപേരും ഈ ഫീൽഡിലേ അല്ല, അവർക്ക് മ്യൂസിക് ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ അത് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും അറിയില്ല. നീ ഇഷ്ടമുള്ളത് ചെയ്യുമെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്റ്റുഡിയോ തുടങ്ങിയപ്പം വർണ്ണം ഡിജിറ്റൽസ് എന്നൊരു സ്റ്റുഡിയോ തുടങ്ങി. ഞാനൊരു ദിവസം ചുമ്മാ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നു. അന്ന് അവിടെ മാനേജറായിട്ടിരുന്നത് മുസ്തഫയൊക്കെയായിരുന്നു. എനിക്ക് മുമ്പ് പരിചയമൊന്നുമില്ല, ഒരു വയലിനിസ്റ്റും കൂടെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ആൽബം ചെയ്യണം, 5-6 പാട്ടുകളുണ്ട്, എനിക്ക് തന്നെ പാടണം എന്നൊക്കെ പറഞ്ഞ ചെല്ലുന്നത്. 15 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ അദ്ദേഹം പാട്ടുകൾ കേട്ടു, ചുമ്മാ മൂളി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ട്യൂണൊക്കെ നല്ല ട്യൂണാണ്, വളരെ മെച്യൂർഡ് ട്യൂൺസാണ്, പക്ഷെ നീ പാടണ്ട, നിന്റെ പാട്ട് ഇനിയും ശരിയാവാനുണ്ട്, മാത്രമല്ല നിന്റെ ശബ്ദം മാറുന്ന പ്രായമാണ്, നിന്റെ പാട്ട് നല്ല സിംഗേഴ്സ് പാടിയാൽ അത് വളരെ നന്നായിരിക്കും എന്ന് സജഷൻ തരികയും അതെനിക്ക് ശരിയായിട്ട് തോന്നി. കാരണം ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ പാടി നോക്കിയപ്പം വിചാരിച്ചത്ര എളുപ്പമല്ല. നമ്മുടെ മനസ്സിൽ സംഗീതമുണ്ട്, പക്ഷെ അത് വെളിയിൽ വരുമ്പോഴത്തേക്ക് അത് അത്ര. അതെ. അങ്ങനെ അന്ന് എൻ്റെ സ്കൂൾമേറ്റ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ജോത്സ്ന രാധാകൃഷ്ണൻ, സിംഗർ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ജോത്സ്നയും ഒരുമിച്ച് പഠിച്ചതാണ്. ആശാ ജി മേനോൻ അന്ന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി നിൽക്കുന്ന സമയമാണ്. പിന്നെ മധു ബാലകൃഷ്ണൻ, മധുചേട്ടൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടി നിൽക്കുന്ന സമയം. അഫ്സൽ രാക്ഷസി എന്നുള്ള പാട്ട് ഇറങ്ങിയിട്ടില്ല, അതിന് തൊട്ട് മുമ്പാണ്. അങ്ങനെ എല്ലാം മുസ്തഫയ്ക്ക് അറേഞ്ച് ചെയ്ത് തന്ന് അദ്ദേഹത്തിൻ്റെയും അതുപോലെ അന്നത്തെ സൗണ്ട് എഞ്ചിനീയറായ പോൾ ജി എന്നൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, പോളേട്ടൻ, ലോറൻസ് ഏട്ടൻ, അങ്ങനെ കുറച്ച് പേര് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഓർക്കസ്ട്രേഷൻ ചെയ്യാനും ഫ്ലൂട്ട് അയച്ച റിസൻ ചേട്ടനായിരുന്നു. അങ്ങനെ എല്ലാവരെയും കൂടെ ഒരു സപ്പോർട്ടിൽ 15-ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു മ്യൂസിക് ആൽബം ചെയ്യാൻ പറ്റിയും. 8 പാട്ടുണ്ടായിരുന്നു. 8 പാട്ട്. അപ്പോൾ അതിനകത്ത് പാടിയിരിക്കുന്ന ഇവരൊക്കെ ഈ 4 സിംഗേഴ്സാണ് എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്നത്. റിലീസായത് ശരിക്കും 1 വർഷം പെട്ടിയിലിരുന്നു. കാര്യം ഞാനിങ്ങനെ എല്ലാ ദിവസവും അത് റെക്കോർഡിംഗ് എല്ലാം കഴിയുന്നവരെ എളുപ്പമാണ്, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്ത് കഴിഞ്ഞാൽ തീരുമല്ലോ. പക്ഷെ അത് ആരെങ്കിലും എടുത്ത് റിലീസ് ചെയ്യണ്ടേ. അപ്പം അങ്ങനെ കുറച്ച് കാലം ഞാനിങ്ങനെ ഓരോ ദിവസവും ഫോണൊക്കെ എടുത്തിട്ട് നമ്പറൊക്കെ തപ്പി, സത്യം ഓഡിയോസ് അല്ലേ, ഒരു ആൽബം കൊണ്ട് എടുക്കാൻ താല്പര്യമുണ്ടോ, ഇല്ല, അങ്ങനെ വിളിക്കും. കാരണം വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആരും എടുക്കുന്നില്ലല്ലോ, അത് ചെറിയൊരു പയ്യന്റെ ആൽബം. ഫൈനലി ഞാൻ തന്നെ അത് നമ്മുടെ തന്നെ ഒരു പുതിയ ലേബിൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ എല്ലായിടത്തോട്ടും എത്തിക്കുകയായിരുന്നു. ഒരു പാട്ട് ആഡ് ചെയ്തു, ആരും അറിഞ്ഞില്ല. അതിനുശേഷം അതെടുത്ത് സിനിമ പാട്ടായിട്ട് മാറ്റി. അതെ. അപ്പോഴുണ്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഇളകിയിട്ട് പറഞ്ഞു, കൈലാസ് മേനോൻ മോട്ടിച്ചെന്ന് പറഞ്ഞു. മോട്ടിച്ചത് സ്വന്തം പാട്ട് തന്നെയാണ്, പക്ഷെ ആ പാട്ട് ആദ്യം ആഡ് ചെയ്ത് അറിയപ്പെട്ടില്ല, രണ്ടാമത്തെ ഹിറ്റാവുകയും ചെയ്തു. എന്തായിരുന്നു അനുഭവം? ഞാൻ ഈ തീവണ്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പം ഞാൻ 2013 ഒരു വലിയൊരു മേജർ ടെക്സ്റ്റൈൽ ബ്രാൻഡിന് വേണ്ടി ചെയ്തൊരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെയ്തൊരു മ്യൂസിക്, അതിനെയാണ് ഞാൻ പാട്ടാക്കി. അതെങ്ങനെയായിരുന്നു? അത് സ്വരങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങനത്തെ ഒരു ട്യൂണായിരുന്നു. അതെ, അത് വേറൊരു മൂഡിലായിരുന്നു, ഇങ്ങനത്തെ ഒരു മൂഡല്ല, പക്ഷെ ആ സംഭവം കുറച്ചൊരു ഹുക്കായിട്ട് തോന്നി, ക്യാച്ചിയാണെന്ന് തോന്നി. അപ്പോൾ അത് ഞാൻ എടുത്ത് ജീവാംശമായി എന്നുള്ള പാട്ട് ക്രിയേറ്റ് ചെയ്ത് പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പാട്ടിങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ആവശ്യമില്ലാതെ ഞാൻ തന്നെ കരുതി, ഓക്കെ ഇതിൻ്റെ പിന്നിലെ കഥയൊന്ന് പറഞ്ഞേക്കാം എന്ന് കരുതി ഞാൻ ആ പഴയ 2013 ആ ആഡ് ഞാൻ റീപോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ആഡിൽ നിന്നാണ് ഈ പാട്ട് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പോസ്റ്റൊക്കെ ഇട്ടു. അടുത്ത ദിവസം മുതൽ അത് പണിയായി. അടുത്ത ദിവസം മുതൽ ഇത് അവിടെ ഇവിടെയൊക്കെ ഇവൻ കോപ്പി അടിച്ചുണ്ടാക്കിയ പാട്ടാണിത് എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിലായിരുന്നു വാർത്തകൾ. ഈ പാട്ടിന്റെ ഉറവിടം എവിടെയാണെന്ന് അറിയാമോ? സംഗീതം അല്ല, ഹെഡ്ലൈൻസ് ഒന്നും നോക്കണ്ട കേട്ടോ, ഹെഡ്ലൈൻസ് ഒക്കെ കിഴുവായിരിക്കും. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ആ പാട്ട് 2 വരി. മിന്നും കിനാവിൻ തിരിയായൻ മിഴിയിൽ ദിനം കാത്തുവയ്ക്കാമണയാതെ നിന്നെ ഞാൻ ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വച്ചിടാം വിലോലമായി. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ, നിറമേഴിൻ ചിരിയോടെ ഒളിമായാ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ.
മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ബ്യൂട്ടിഫുൾ, വെരി ഗുഡ്. താങ്ക് യു.